നമസ്കാരം. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക, ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. കേരളത്തിലെ 12 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇന്നലെ പുറത്തു വന്നത്. ഏവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത്. ആറ്റിങ്ങലിലും തൃശ്ശൂരിലും പാലക്കാടും ഏതാണ്ട് ഇതേ പേരുകൾ ആളുകൾ ഉറപ്പിച്ചതാണ്. പത്തനംതിട്ടയിൽ ആര്, അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിൽ ആര്, മലപ്പുറത്താര്, ഇതൊക്കെ എല്ലാവരും, ആലപ്പുഴയിൽ ആര്, ഇതൊക്കെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പല മണ്ഡലങ്ങളിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളവും ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളവും സ്ഥിതി അതായിരുന്നില്ല. അവർ മാസങ്ങൾക്ക് മുന്നേ അവിടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി ആര് എന്നറിയിച്ചുകൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിനോടകം തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി സംവിധാനങ്ങൾ ഈ 2 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ഏറെ ആളുകളിൽ നിന്ന് ഉയർന്നു വന്നു. പക്ഷേ പാർട്ടി അടിസ്ഥാനപരമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആണ് എന്ന പ്രഖ്യാപനം വന്നത്. അതോടുകൂടി തലസ്ഥാന നഗരിയിൽ ഉള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് 2 കേന്ദ്രമന്ത്രിമാർ എന്ന വ്യക്തമായ സന്ദേശം വന്നു. ബി.ജെ.പിയുടെ വ്യക്തമായ സന്ദേശമാണത്. തിരുവനന്തപുരം ജില്ലയെ, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ബി.ജെ.പി കാണുന്നു എന്നുള്ളതിന് തെളിവാണ് 2 മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രിമാരെ ഇറക്കിയുള്ള പരീക്ഷണം. 2 തെരഞ്ഞെടുപ്പുകളിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് ശശി തരൂരാണ്. ആ ശശി തരൂരിൻ്റെ വിജയത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്. CPIM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ദേശീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ധാരണയുണ്ട്. പക്ഷേ ഇത്തവണ ശശി തരൂരിന് വേണ്ടി ധാരണയുണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കഴിഞ്ഞ കാലങ്ങളേക്കാൾ ദുർബലനാണ്. മാത്രമല്ല, ശശി തരൂരിനേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ നിലവാരവും വിശ്വപൗരൻ എന്ന ഖ്യാതിയും ഒക്കെയുള്ള സമർത്ഥനായ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കൂടി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം നിഷ്പ്രഭരാവുകയാണ്. ആവേശത്തോടുകൂടി തന്നെയാണ് പ്രവർത്തകർ ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തത്. പ്രഖ്യാപനം വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഉൾനാടൻ ഭാഗങ്ങളിൽ പോലും, അതായത് പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ പോലും 10 മിനിറ്റിനുള്ളിൽ തന്നെ ചുവരെഴുത്തുകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പ്രവർത്തകർ കടന്നു കഴിഞ്ഞു. ഇന്ന് വി മുരളീധരൻ പറഞ്ഞത് ആറ്റിങ്ങലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമെന്നാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താൻ മത്സരിക്കുന്നു. ആറ്റിങ്ങലിലെ ജനങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു MP വേണമോ, ഭരണപക്ഷത്തിരിക്കാൻ ഒരു MP വേണമോ എന്ന് തീർച്ചയായും ചിന്തിക്കും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന ധാരണയിലാണ് UDF-ന് എല്ലാവരും വോട്ട് ചെയ്തത്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കോൺഗ്രസ്സുകാർ പോലും ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് തന്നെയാണ് വി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, വി മുരളീധരൻ്റെ ആ അവകാശവാദത്തിന് ചില വസ്തുതകളുടെ പിൻബലവുമുണ്ട്. കാരണം 2014 ബി.ജെ.പിയുടെ ഗിരിജാകുമാരി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേടിയത് വെറും 11% വോട്ടാണ്. 2019 ആയപ്പോൾ ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രൻ 25% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 38% വോട്ട് മാത്രമാണ്. 25%-ൽ നിന്നും 40% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇത്തവണ ബി.ജെ.പിക്കും കേന്ദ്രമന്ത്രിയായ വി മുരളീധരനും സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ രീതിയിൽ തൃശ്ശൂരിൽ വലിയ ആവേശം, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ തൃശ്ശൂരുകാർക്ക് അറിയാമെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തകർ കടക്കുകയാണ്. താരപരിവേഷമുള്ള പോസ്റ്ററുകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുങ്ങുന്നത്. എന്തായാലും തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ കേരളത്തിൽ ബി.ജെ.പി വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങൾ ഇനി ഹൈ പവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.